ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഡേവിഡ് അടിമാലി എന്ന് പറയുന്ന പാസ്റ്റർക്ക് ഒരു മറുപടി കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അദ്ദേഹം ചില കാര്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. യേശുനാമക്കാർ അതിന് മറുപടിയായി ഒരു വീഡിയോ ചെയ്തു. ഏകദേശം 58 മിനിറ്റോളം ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ അവർ പലതും മറുപടിയായി പറയുവാൻ ശ്രമിച്ചു. പക്ഷേ തിരുവചനത്തിന്റെ വ്യാഖ്യാനം അവർക്ക് വേണ്ടതുപോലെ ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് സത്യം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. മുൻകാലങ്ങളിൽ യേശുനാമക്കാരുടെ ഉപദേശത്തെ അതിന്റെ അടിസ്ഥാനം തെറ്റാണെന്ന് തെളിയിക്കുന്ന പല വീഡിയോകൾ ചെയ്തപ്പോൾ അതിന് മറുപടി എന്ന നിലയിൽ പലതും പറയാൻ അവർ സമയം ചെലവഴിച്ചു. പക്ഷേ പറഞ്ഞതൊന്നും മറുപടിയായി പരിഗണിക്കപ്പെടുവാൻ എനിക്കും കഴിഞ്ഞില്ല, ശ്രോതാക്കൾക്കും കഴിഞ്ഞില്ല, അവരിൽ ചിലർക്കും കഴിഞ്ഞില്ല. ഞാൻ അവർ മറുപടി തന്ന ചില വീഡിയോകളുടെ ലിങ്ക് ഈ കമന്റ് ബോക്സിൽ ഇടാം. പഠിക്കാനും അറിയുവാനും ആഗ്രഹമുള്ളവർ അത് സ്വീകരിക്കുക. ഇവർ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, അതും കൂടി ഇന്ന് കേട്ടു നോക്കുക. അദ്ദേഹം പലപ്പോഴും യേശുനാമക്കാരുടെ ആ ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. പലതിനും ഞങ്ങൾ ഉത്തരം പറയാറില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തെ ലൈവ് ആയിട്ട് വന്നിട്ട് ഒരു ഡിബേറ്റിന് വേണ്ടി വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് ലൈവായിട്ട് വന്ന് ഡിബേറ്റ് ചെയ്യുവാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. ഇവർ പലപ്പോഴും എന്നെ സംവാദത്തിന് വിളിച്ചു. അത് സത്യമായ കാര്യമാണ്. വേറിട്ട ചിന്തകൾ എന്ന പേരിൽ ഇത് തുടങ്ങുവാനുള്ള കാരണം യേശുനാമക്കാർ തന്നെയാണ്. അതിനു മുൻപ് ഞാൻ സാന്ത്വന മൊഴികൾ എന്നുള്ള പേരിലായിരുന്നു വചന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ മുംബൈയിൽ നിന്ന് ഒരു ബഹുമാന്യ വ്യക്തി അബ്രഹാം കുട്ടി എന്ന് പറയും, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ശരിയോ തെറ്റോ എന്നെനിക്ക് വ്യക്തമായി അറിയില്ല. അദ്ദേഹം നിമിത്തമാണ് ഞാൻ ഇങ്ങനൊരു യേശുനാമക്കാരുടെ ഉപദേശങ്ങൾക്കെതിരെയുള്ള സത്യമായ വചന പഠിപ്പിക്കൽ തുടങ്ങുവാൻ കാരണമായി തീർന്നത്. അന്നിവർ വളരെ തന്ത്രപൂർവ്വം എന്നെ ഒരു ട്രാപ്പിൽ വീഴ്ത്തിയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് കുറച്ചു പേർക്കൊരു സംശയമുണ്ട് സ്നാനത്തെക്കുറിച്ച്, ഒന്ന് പറയാമോ എന്ന് ചോദിച്ച് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ചേർത്തു. ഏകദേശം 42ഓളം അംഗങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവർ ആദ്യം എന്നോട് ചോദ്യം ചോദിച്ചു. പിന്നീട് പടപടാന്ന് ഒന്നിനും മറുപടി പറയാനുള്ള അവസരം തരാതെ ഇവർ അങ്ങോട്ട് പറയിപ്പിക്കാൻ ഒരു അവസരം തരുന്നില്ല. അങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിലെല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുണ്ട്, പക്ഷെ പറയുവാൻ ഒരു അവസരം തരുവാന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം കുട്ടി എന്ന പറഞ്ഞ മനുഷ്യൻ ഒരു ജാതീയനായ മനുഷ്യൻ പോലും പറയില്ലാത്ത ശൈലിയുള്ള വർത്തമാനം. അത് ഞാൻ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ യേശുനാമക്കാരാണ്. ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടതാണ്. അപ്പൊ ഇദ്ദേഹം യേശുനാമക്കാർക്കെതിരെയാണ് വീഡിയോ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കാര്യത്തിലും അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഇടങ്ങളിൽ വീഡിയോ ചെയ്തതാണ്. യേശുനാമക്കാരനാണോ എന്ന് ചോദിച്ചതിനുള്ള മറുപടി ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതല്ല എന്നുള്ളതിനുള്ള വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്തതാണ്. അപ്പൊ തന്നെ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു. നമ്മൾ ഏത് വിഭാഗക്കാരാണെന്ന് അറിയത്തില്ലാത്ത അദ്ദേഹത്തോട് അത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പൊ അദ്ദേഹം വീഡിയോ ചെയ്യേണ്ടത് യേശുനാമക്കാർക്കെതിരെയാണ്, നമ്മൾക്കെതിരെ അല്ല എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവം എന്ന് പറയുന്നത്. ഞങ്ങൾ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നു. അപ്പോ ഇനി നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത്, അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് മുൻകൂട്ടി പറഞ്ഞു. അദ്ദേഹത്തെ ഒരു ഗ്രൂപ്പിൽ വിളിച്ചു. എന്തിനാണ് അദ്ദേഹത്തെ ഗ്രൂപ്പിൽ വിളിച്ചത്? അദ്ദേഹം പല കാലങ്ങളായി ഞങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളോട് പല ചോദ്യങ്ങളും ചോദിച്ചു. അത് ആരോടായിരുന്നു? ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ജോയ് പാസ്റ്ററോട് അനേകം ക്വസ്റ്റ്യനുകൾ ചോദിച്ചു എന്ന് അദ്ദേഹം കള്ളം പറഞ്ഞു. അപ്പൊ ആ കള്ളം പറഞ്ഞതിനെ പറ്റി അദ്ദേഹത്തോട് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് സംസാരിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് എന്താണ്, അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, എന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്ന് ജോയ് പാസ്റ്ററോട് ഒന്ന് ചോദിക്കാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തത്. അദ്ദേഹത്തെ അപമാനിക്കുവാനോ അദ്ദേഹത്തെ ഉപദ്രവിക്കാനോ ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉപദ്രവമായി അദ്ദേഹത്തിന് തോന്നിയതാണ്. സത്യത്തിൽ അതാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതിനാണ് അദ്ദേഹം
പറയുന്നത് ഞങ്ങൾ അദ്ദേഹത്തെ ക്രോസ് വിസ്താരം ചെയ്തു, അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊക്കെ. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം, നല്ല കാര്യമായിട്ട് അറിയാം. അദ്ദേഹം എൻ്റെ പേഴ്സണൽ വാട്സപ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എനിക്കും അറിയാം. കാരണം ഞങ്ങളെ പറ്റി പറയുമ്പോഴും ഞങ്ങൾക്കും പറയാനുണ്ടല്ലോ പല കാര്യങ്ങൾ. അദ്ദേഹം മാത്രം നല്ലവൻ എന്നല്ലല്ലോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ വാട്സപ്പിൽ വന്ന അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന്, എൻ്റെ പേഴ്സണൽ വാട്സപ്പിൽ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നും എനിക്കറിയാവുന്ന കാര്യമാണ്. ഞാനത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ എബ്രഹാം കുട്ടി പാസ്റ്ററെ കുറിച്ച് പറഞ്ഞു. എബ്രഹാം കുട്ടി പാസ്റ്ററെ അദ്ദേഹം കണ്ടിട്ട് പോലുമില്ല, അദ്ദേഹത്തെ അറിയത്തു പോലും അദ്ദേഹത്തിനില്ല. അപ്പൊ എബ്രഹാം കുട്ടി പാസ്റ്ററെ പറ്റി ആരോ എന്തോ പറഞ്ഞത് അദ്ദേഹം ഇവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അല്ലാതെ അദ്ദേഹം എബ്രഹാം കുട്ടി പാസ്റ്ററെ നേരിട്ട് അറിയത്തുമില്ല. അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്തിനാണ് ആ ഗ്രൂപ്പിൽ വിളിച്ചു വരുത്തിയത്? ജോയ് പാസ്റ്റർ അദ്ദേഹത്തിന് ആൻസർ കൊടുത്തില്ല എന്ന് പറഞ്ഞതിനാണ്. അതിന് ഒരു ഡിബേറ്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഗ്രൂപ്പിൽ അദ്ദേഹത്തെ ആഡ് ചെയ്തത്. അല്ലാതെ വെറുതെ അല്ല അദ്ദേഹത്തെ അന്ന് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ജോയ് പാസ്റ്ററോട് കാര്യമായി ചോദിച്ചു, ഇദ്ദേഹം എന്നെങ്കിലും താങ്കളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ജോയ് പാസ്റ്ററുടെ അറിവിലില്ല. ജോയ് പാസ്റ്റർ അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. ആദ്യമായിട്ടാണ് ഇദ്ദേഹം ഈ വീഡിയോയിൽ വന്ന് ഈ കള്ളത്തരം പറയുന്ന കാലത്താണ് ഇദ്ദേഹത്തെ സത്യത്തിൽ ജോയ് പാസ്റ്റർ അറിയുന്നത് തന്നെ. അപ്പോൾ ജോയ് പാസ്റ്റർ അറിയത്തില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇദ്ദേഹം ഗ്രൂപ്പിൽ വന്ന് പറയുകയാണ്, ജോയ് പാസ്റ്ററോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് ചോദിച്ചു. വേറെ വല്ല പാസ്റ്റർമാരോടും ആയിരിക്കും ചോദിച്ചത്. അതിന് ഞങ്ങളുടെ ജോയ് പാസ്റ്റർക്കാണ് കുറ്റം മൊത്തം. അദ്ദേഹം അന്ന് ഞങ്ങളുടെ മുമ്പിൽ തലയിൽ വെച്ച് ഞങ്ങളോട് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു വെച്ച് അദ്ദേഹം കടന്നുപോയി എന്നുള്ളതാണ് ആ സത്യം എന്ന് പറയുന്നത്. അല്ലാതെ അദ്ദേഹം പറയുന്നത് പോലെ അവിടെ അദ്ദേഹത്തെ അവമാനിക്കാനായിരുന്നില്ല വിളിച്ചത്. അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞത് എന്താണ്? ജോയ് പാസ്റ്റർ പറയാത്തത് എന്താണ്? ആ ക്വസ്റ്റ്യൻ എന്താണ് താങ്കൾക്ക് അറിയാനുള്ളത്? ആ ആൻസർ പറഞ്ഞു തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിൽ അദ്ദേഹത്തെ ആഡ് ചെയ്തത്. അതിന് അദ്ദേഹം ഒരു വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്, ഞങ്ങൾ അത്തരക്കാരല്ല എന്നുള്ള കാര്യം ഞങ്ങൾ എല്ലാവരോടും, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടും ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പൗലോസ് പറഞ്ഞതുപോലെ, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുപോലെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടോ അവിടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകത്തിന്റെ അധിപതികളോടും ആകാശത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അങ്ങനെയാണ് ഞങ്ങൾ ജഡരക്തങ്ങളോട് പോരാടുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അപ്പോ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് മുഴുവൻ ജ്ഞാനമാണ്, അല്ലേ? ജ്ഞാനം. അപ്പൊ ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ മുമ്പിൽ പോഷ്കാണെന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ അദ്ദേഹം വേറൊരു പോയിന്റ് കൂടി അവിടെ പറഞ്ഞു, അവരോട് തർക്കിക്കുവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവരോട് ഡിബേറ്റ് നടത്താൻ പറ്റത്തില്ല, അവർ ജ്ഞാനമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ് എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. ഈ ജ്ഞാനം എവിടുന്നാണ് വരുന്നത്? യഹോഭക്തിയുടെ ഉറവിടം തന്നെ യഹോഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത്. ആ ജ്ഞാനം കിട്ടാതെ ആരെല്ലാം എന്തെല്ലാം തലകുത്തി എന്ന് പറഞ്ഞാലും ഈ ലോകത്ത് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അദ്ദേഹം എല്ലാത്തിലും പെർഫെക്റ്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറവുകളില്ല, കുറ്റങ്ങളില്ല, അല്ലെ? കുറ്റമില്ലാത്തവരാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരം അങ്ങനെ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 3500ഓളം പേര് വരുന്ന ആ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. തൃത്വം എന്ന് പറയുന്ന വെളിപ്പാട് ശരിയാണ്, അദ്ദേഹത്തിന് ഉണ്ടായതാണെന്ന്. അപ്പൊ തൃത്വം എന്ന് പറയുന്ന വെളിപ്പാട് നേരത്തെ തന്നെ ഉണ്ട്. ദർത്തുല്യന്റെ കാലത്തും ഓർഗിന്റെ കാലത്തും ഇതെല്ലാം ഉണ്ട്. അവരിൽ നിന്നല്ലേ ഡേവിഡ് അടിമാലി സ്ഥാനത്ത് പഠിച്ചത്, ഈ ലോകത്തുള്ളവർ ഇത് പഠിച്ചത്. അല്ലാതെ ഇദ്ദേഹത്തിന് ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ലല്ലോ. ഞങ്ങൾക്കൊരിക്കലും ഞങ്ങൾ ആശയങ്ങളെ ഖണ്ഡിക്കുന്നവരാണ്, അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അങ്ങനെ ഞങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ പാതയിലുള്ളവർ തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ നമ്മള് 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തെ സംബന്ധിച്ചുള്ള അഗാധ കാര്യങ്ങളെയും ആരാഞ്ഞറിയുന്നു എന്നവിടെ പറയുന്നു.
അപ്പൊ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആ വെളിപ്പാടിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ യേശുനാമക്കാർ അല്ലെങ്കിൽ ഇവിടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരുന്നതല്ല ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡേവിഡ് സാർ ഞങ്ങളെ പറ്റി തെറ്റിദ്ധാരണയാണ്. കാരണം ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ തലയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അദ്ദേഹം വിചാരിക്കുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം അനുസരിച്ചുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അദ്ദേഹത്തിന് തെറ്റിപ്പോയി എന്ന് ഞാൻ ഈ തരത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. അദ്ദേഹത്തിന് തെറ്റിപ്പോയി, ഞങ്ങൾ ആ തരക്കാരല്ല എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കുകയും വളരെ തെറ്റായ കാര്യങ്ങളാണ് ഞങ്ങളെ പറ്റി പറഞ്ഞത്. വളരെ തെറ്റായ ഒരു കാര്യമാണ് ഇവിടെ ഞാൻ ഉറപ്പിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതുവരെയും കണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം 2 യഹോവയും 2 യേശുവും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അത് ഞങ്ങളുടെ പ്രശ്നമല്ല. കാരണം അദ്ദേഹം 100 വട്ടം പറയുന്നു യഹോവയല്ല യേശുക്രിസ്തു, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടും അദ്ദേഹം പറയുകയാണ് യഹോവ വേറൊരാളാണ്, യേശുക്രിസ്തു വേറൊരാളാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ തെറ്റെന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടതാണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഡേവിഡ് അരിമലി പാസ്റ്റർ ഇനിയും പല കള്ളങ്ങൾ ഇനിയും പടച്ചുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജോയ് പാസ്റ്റർ പറഞ്ഞു, അല്ലെങ്കിൽ ജോയ് പാസ്റ്ററോട് ചോദിച്ചതിന് മറുപടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്നൊരിക്കൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിന് വേണ്ടിയാണ്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഗ്രൂപ്പിൽ ചേർത്തത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് യാതൊരു ന്യായവുമില്ല, അർത്ഥവുമില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.